ഓം ശാന്തി. ഇന്ന് നിങ്ങൾക്ക് മനസ്സിൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ സമയത്തുപയോഗിച്ച് എന്തുമാത്രം കാര്യങ്ങൾ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളതിൻ്റെ ഒരു സത്യമായ തെളിവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. കാലചക്രം അതിദ്രുതഗതിയിൽ അതിൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർത്തു പോകും, പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊരു കാസറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റീൽസ് തിരിയുന്നതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ചരട് പോലുള്ള സാധനം തിരിയുന്നതായിരിക്കുന്ന ഒരു കാസറ്റ്സ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ബാക്ക്വേഡ് ചെയ്യുകയും ഫോർവേഡ് ചെയ്യുകയും ചെയ്തിട്ട് പാട്ടുകളെ കേൾക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ കാസറ്റൊക്കെ നമ്മൾ ഫോർവേഡ് ചെയ്യുക ബാക്ക്വേഡ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ലാസ്റ്റ് മൊമെൻ്റ് ആകുമ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ട് തിരിയും. അതുപോലെയാണ് ഇപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ കാലചക്രത്തിൻ്റെ അന്തിമ സമയമായി ഈ സൃഷ്ടിനാടകത്തിൻ്റെ റീലിൻ്റെ അവസാന ഭാഗത്തിൻ്റെ കറക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അന്നും 24 മണിക്കൂർ ഇന്നും 24 മണിക്കൂറാണെങ്കിലും ഇപ്പോഴത്തെ 24 മണിക്കൂർ ഇല്ലയെന്ന് തോന്നുന്ന രീതിയിലാണ് നമ്മുടെ സമയത്തിൻ്റെ സ്പീഡ് നമുക്ക് ഓരോരുത്തർക്കും ഫീൽ ചെയ്യുന്നത്. പറയുമ്പോൾ സാധനങ്ങളുടെ സഹായം കൊണ്ട് പണ്ട് ചെയ്തതിനേക്കാൾ എത്രയോ സ്പീഡായിട്ട് നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കും. വെള്ളം കോരിക്കൊണ്ടുവന്ന് ആ വെള്ളം കൊണ്ട് ഉപയോഗിച്ചിരുന്ന കാലം മാറിയിട്ട് ഒരു സ്വിച്ച് ഇട്ടാൽ മിനിറ്റുകൾക്കുള്ളിൽ ടാങ്കിൽ വെള്ളം നിറഞ്ഞു, നമ്മൾ ഫ്രീ ആയി. വിറക് കൊണ്ടുവരണ്ട, കത്തിക്കേണ്ട, സ്വിച്ച് ഓൺ ചെയ്താൽ നമ്മുടെ അടുപ്പിലെ തീയ് ശരിയായി. നടന്നു പോകുന്ന പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. ഒന്നുകിൽ സ്വന്തം വണ്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും പബ്ലിക് വെഹിക്കിൾ. എനിവേ നമ്മുടെ യാത്രകളെല്ലാം അതിദ്രുതഗതിയിലാണ്. ഓരോ ദിവസം കഴിയുന്തോറും എല്ലാത്തിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുക. പക്ഷെ എന്നിട്ടും നമുക്കാർക്കും തന്നെ സമയം തികയാത്തൊരവസ്ഥ. എന്നാലോ നമ്മുടെ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ടോ? അതൊട്ടില്ല താനും. ചെയ്യുന്ന കാര്യങ്ങൾ പണ്ടത്തതിനേക്കാൾ വളരെ കുറച്ചാണെങ്കിൽ പോലും അനുഭവിക്കുന്ന ക്ഷീണം വളരെ കൂടുതലാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനോട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന 99% ആളുകളും ഓക്കെ ആകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. ഓക്കെ ആണെങ്കിൽ നിങ്ങളിതിനോട് ഓക്കെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോൻ്റെ കമൻറ്റിൽ ഓക്കെ സിസ്റ്റർ, ഞങ്ങളും ഇത് യോജിക്കുന്നു എന്ന് നിങ്ങളൊരു കമൻറ്റ് ഇടണം കേട്ടോ. ഇത് എൻ്റെ അനുഭവമാണ്. ഒരു ദിവസത്തിൽ എത്രയോ ആളുകൾ കാണുന്നു, കേൾക്കുന്നു, സംസാരിക്കുന്നു. എല്ലാവർക്കും ഒരു കാര്യമേ പറയാനുള്ളൂ, സമയമില്ല. ചെയ്യുന്ന കാര്യങ്ങൾ ലിസ്റ്റ് എടുത്ത് ഞാൻ പലപ്പോഴും വാച്ച് ചെയ്യാറുണ്ട്. സാധാരണ ചെയ്യാറുള്ള കാര്യത്തിനേക്കാൾ ഒരുപാട് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യുന്നതുമില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയത്, മനുഷ്യൻ്റെ ചിന്തകൾ അതിദ്രുതഗതിയിൽ പോയിക്കൊണ്ടിരിക്കുക. ചിന്തകൾക്കൊപ്പം ശരീരത്തിനെത്താൻ പറ്റുന്നില്ല. മനസ്സിലെ ചിന്തകളുടെ എണ്ണം കുറവും നമ്മുടെ ചിന്തയും വാക്കും കർമ്മവും തമ്മിൽ ഒരു ഐക്യം കൊണ്ടുവരാൻ പറ്റിയ ഒരു ലൈനിൽ നമുക്കതിനെ ചേർക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതേസമയം ചിന്ത ഒരു വഴിക്ക് ഓടുന്നു, അത് വളരെ ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു, നമ്മളെവിടെയും എത്തുന്നില്ല എന്നുള്ളതായിരിക്കുന്ന അവസ്ഥ വരുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. അല്ലാതെ ശരീരത്തിൻ്റെ ശക്തി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ്. ചിന്തകൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ, ചിന്തകളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ, നമ്മുടെ മനസ്സിലെ ചിന്തകളും വാക്കുകളും തമ്മിലൊരു ഐക്യം കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ, മനസ്സിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ഒരുപാട് കാര്യം ഇപ്പോഴും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനുത്തമ ഉദാഹരണമായിട്ട് ഞാൻ നിൽക്കുന്നൊരു സത്യമായൊരു കഥ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആസ്ട്രേലിയയിൽ സിഡ്നിയിൽ 1983 നടന്നതായിരിക്കുന്ന ഒരു മാരത്തോൺ. അതിൽ 875 കിലോമീറ്റർ. 875 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് അഹമ്മദാബാദിൽ നിന്ന് ബോംബെ വരെ വരുന്ന അത്ര ദൂരം വരും. അത്രയും ലോങ് ആയിരിക്കുന്ന ഏരിയ, ദിവസങ്ങളോളം ഓടിയെത്തണം. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു വലിയ മാരത്തോണിന് വേണ്ടിയതായിട്ടുള്ളൊരു മത്സരം നിശ്ചയിച്ചു. അതിൽ കിട്ടുന്നതായിരിക്കുന്ന തുകയും സമ്മാനത്തുകയും അത്രയും വലുതായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പങ്കെടുക്കാൻ വേണ്ടി മാസങ്ങളോളം തയ്യാറാക്കി, തൻ്റെ ശരീരത്തിനെ അത്രയും അധികം അധ്വാനിപ്പിച്ച് തയ്യാറെടുപ്പിച്ച് അങ്ങനെയുള്ളതായിട്ടുള്ള ഷൂസ് വാങ്ങിച്ചു. അങ്ങനെയുള്ള ചെറുപ്പക്കാരുടെ ഒരു നിര, 25 വയസ്സോളുള്ളതായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരുടെ വലിയൊരു ടീം തന്നെ ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറായി. ഏതാണ്ട് മത്സരം തുടങ്ങാനാവുന്ന സമയത്ത് ഒരു 61 വയസ്സായിരിക്കുന്ന ഒരു വയസ്സനായിട്ടുള്ള ഒരാൾ, അയാളുടെ പേര് ക്ലിഫ് യങ് എന്നാണ്, അയാൾ ആ പരിപാടിക്ക് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി വരികയാണ്. അയാൾ അവിടെ വന്ന സമയത്ത് പങ്കെടുക്കാനുള്ള ആൾക്കാരുടെ ക്യൂല് വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇയാളൊരു പക്ഷെ കാണാൻ വന്നിട്ട് തെറ്റി ഇവരെ നിരയിലേക്ക് വന്ന് നിന്നതാണോ എന്ന് വിചാരിച്ചു പോയി. അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ കാണാൻ വന്നതാണോ അതോ പങ്കെടുക്കാൻ വന്നതാണോ, എന്തുകൊണ്ടാണ് ഈ വരിയിലേക്ക് വന്നത് എന്ന്. അയാൾ പറയും, ഞാൻ ഈ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തന്നെ വന്നതാണെന്ന് പറയും.
അപ്പോൾ ആളുകൾ ചിരിച്ചു പോവും. നിങ്ങൾക്കറിയോ ഇത് എത്ര കിലോമീറ്ററിൻ്റെ ഓട്ടമാണെന്ന്? 875 കിലോമീറ്റർ ഓടിയെത്തുക എന്ന് പറയുന്നത് 61 വയസ്സ് കടന്നതായിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നൊരു കാര്യമല്ലല്ലോ എന്ന് പറയും. അപ്പോൾ അയാൾ പറയും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. 2000 ഏക്കർ കൃഷിഭൂമിയും 2000-ലധികം ചെമ്മരിയാടുകളുള്ളൊരു കർഷകനാണ് ഞാൻ. അപ്പോൾ പലപ്പോഴും ഈ കാറ്റ് വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ എൻ്റെ ആടുകളെയൊക്കെ തന്നെ വീണ്ടും ഒന്നിപ്പിക്കാനും കൂട്ടിയണക്കാനും വേണ്ടിക്കൊണ്ട് എനിക്ക് 3-4 ദിവസമൊക്കെ ഊണും ഉറക്കവുമില്ലാതെ നിരന്തരമായിട്ട് ഞാൻ ഓടാറുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഞാനും ഈ മത്സരത്തിലേക്ക് ഫിറ്റാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് തന്നെയാണ് വന്നത് എന്ന്. എല്ലാവരും അണിഞ്ഞു പോലുള്ളതായിരിക്കുന്ന സ്പെഷ്യൽ ഡ്രസ്സുകളോ അല്ലെങ്കിൽ എല്ലാവരും അണിഞ്ഞു പോലുള്ളതായിട്ടുള്ള സ്പെഷ്യൽ ബൂട്ടൊന്നും അദ്ദേഹത്തിനില്ല. സാധാരണ കാലി മേയ്ക്കാൻ പോകുമ്പോൾ ഇടുന്നതായിട്ടൊരു റബ്ബർ ബൂട്ട്, അത്രയുള്ള കാലുണ്ടായിരുന്നുള്ളൂ. നോർമലായിരിക്കുന്ന ഡ്രസ്സിങ്. വെടിപൊട്ടി അതിൻ്റെ മത്സരം ആരംഭിച്ചു. അത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ കൊടുങ്കാറ്റ് പോലെ അവനവൻ്റെ മാക്സിമം ശക്തി എടുത്ത് ഓടി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വിചാരിച്ചൊരു 3-4 മണിക്കൂർ ഇയാൾ ഓടിയിട്ട് ഒരു പക്ഷേ അതിൽ പങ്കെടുത്ത ഒരു വയസ്സൻ എന്ന പേര് പ്രസിദ്ധിക്ക് വേണ്ടി വന്നതാണോ എന്ന് വരെ ആളുകൾ വിചാരിച്ചു പോയി. പത്രക്കാർ ചിരിച്ചു, ആളുകൾ ചിരിച്ചു. മിനിറ്റുകൾ കൊണ്ട് ചെറുപ്പക്കാരൊക്കെ ഓടി കണ്ണിൽ നിന്ന് മറഞ്ഞു. ഇയാൾ ഓടുകയായിരുന്നില്ല, ഒരു പ്രത്യേക രീതിയിൽ വേഗത്തിലുള്ളതായിട്ടൊരു നടത്തം, അത് ഫാസ്റ്റ് അയാൾ നടന്നുകൊണ്ടേയിരുന്നു. നടന്ന് ഓടുകയാണോ നടക്കുകയാണോ ഇൻ ബിറ്റ്വീനതായിട്ടുള്ളൊരു യാത്ര. അങ്ങനെ എല്ലാവരും ഓടി കിലോമീറ്ററോളം കഴിഞ്ഞു. അവർക്കൊക്കെ ഒരു നിയമമുണ്ടായിരുന്നു ഓടുന്നവർക്ക്. 18 മണിക്കൂർ ഓടിയ ശേഷം 6 മണിക്കൂർ രാത്രി ഉറങ്ങുക, അത് കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് വീണ്ടും 18 മണിക്കൂർ ഓടിയെത്തുക. ഇതായിരുന്നു എല്ലാ ഓട്ടക്കാരും അവരുടേതായിട്ടുള്ള ഹെൽത്തിന് വേണ്ടതായിട്ടുള്ള ചെയ്തതായിട്ടുള്ള വിധി. ഇദ്ദേഹം എത്രയോ കിലോമീറ്റർ പിന്നിലായി ചെറുപ്പക്കാർ ഓടിപ്പോയി. കഴിഞ്ഞ ശേഷം രാത്രിയായി, 18 മണിക്കൂർ കഴിഞ്ഞു, എല്ലാ ചെറുപ്പക്കാരും ഉറങ്ങാൻ കിടന്നു. പക്ഷേ അപ്പോഴും ക്ലിഫിന് ഉറക്കമൊന്നുണ്ടായിരുന്നില്ല. അയാൾ നിർത്താതെ തന്നെ തൻ്റെ ആ ഒരു യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. പിറ്റേ ദിവസം രാവിലെയായി, എല്ലാവരും ഓടാൻ വേണ്ടി തയ്യാറായി. പലരും അറിഞ്ഞു ഇന്നലെ രാത്രി ആ വയസ്സനായിരിക്കുന്ന ക്ലിഫ് ഉറങ്ങിയിട്ടില്ല, അയാൾ നിർത്താതെ നടക്കുകയായിരുന്നു എന്നുള്ള കാര്യം, ഒരുപാട് മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന്. അപ്പോൾ എല്ലാവരും തമാശയാക്കി പറഞ്ഞ് അയാളുടെ ശരീരം അയാളുടെ കണക്ക് ചോദിക്കുമ്പോൾ കഴിഞ്ഞു, അത്ര വരെയേ ഉള്ളൂ ഈ ഉറങ്ങാത്ത ഓട്ടമൊക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അന്ന് രാത്രിയും അയാൾ നിർത്താതെ പോയിക്കൊണ്ടിരുന്നു. ആരെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും ആഹാരം കഴിക്കാൻ കൊടുക്കുന്നത് നടന്നുകൊണ്ട് വാങ്ങി കഴിക്കാമെന്നല്ലാതെ കഴിക്കാനോ കുടിക്കാനോ പോലും അയാൾ ഇരുന്നിട്ടില്ലായിരുന്നു, നിർത്താതെ നടന്നുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് അന്ന് രാത്രി, രണ്ടാമത്തെ ദിവസം രാത്രിയും എല്ലാവരും ഉറങ്ങാൻ കിടന്നു. 18 മണിക്കൂർ ഓടിക്കഴിഞ്ഞ് അവരെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയി. ഇദ്ദേഹം അപ്പോഴും തുടർന്നുകൊണ്ടേയിരുന്നു. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ക്ലിഫ് ഓൾമോസ്റ്റ് അവരൊക്കെ ഓടി എത്തിയതിനേക്കാൾ കുറച്ചുകൂടി ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു. എല്ലാവരും മനസ്സിലൊരു ചെറിയ ചങ്കിടിപ്പ് വരാൻ തുടങ്ങി. ഇതെന്തൊരു മനുഷ്യനാണ്, രാവും പകലും ഇല്ലാതെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. അപ്പോഴും വിചാരിച്ചു 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ, കാണാം നമുക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ദിവസം രാത്രി അദ്ദേഹം പൂർണ്ണമായി നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റുള്ളവരെക്കാൾ എത്രയോ കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ ഇവരൊക്കെ നിശ്ചയിച്ചു ഇനി നമുക്ക് 18 മണിക്കൂർ പോരാ, 20 മണിക്കൂർ ഓടിയിട്ട് 4 മണിക്കൂർ ഉറങ്ങിയാൽ മതി നിശ്ചയിച്ചു. അത് കഴിഞ്ഞ ശേഷം അവർ ഓട്ടം തുടങ്ങി. പക്ഷേ ഊണിനിരിക്കാതെ, കിടക്കാതെ, നിൽക്കാതെ, നിർത്താതെ നടന്നുകൊണ്ടിരുന്നതായിരിക്കുന്ന ക്ലിഫ് 5 ദിവസവും 15 മണിക്കൂറും 4 മിനിറ്റും കഴിഞ്ഞപ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്തി. അദ്ദേഹം എത്തി 10 മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഓടാൻ തുടങ്ങിയ ചെറുപ്പക്കാരൊക്കെ വന്നു ചേരുന്നത്. വണ്ടർഫുള്ളായിട്ട് ആർക്കും വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല. ഇത്രയും വലുതായിട്ടുള്ള, ഇത്രയും ലോങ് ആയിരിക്കുന്ന ദിവസം, 5 ദിവസം 15 മണിക്കൂർ ഊണില്ലാതെ, ഉറക്കമില്ലാതെ, കിടക്കാതെ, ഇരിക്കാതെ, ആഹാരം കഴിക്കാൻ പോലും ഇരിക്കാതെ നടക്കാനുള്ളതായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശക്തി ഭയങ്കരം തന്നെ, അത്ഭുതമായിട്ട് വന്നു. എല്ലാവരും ഇൻ്റർവ്യൂ ചെയ്യാണ്. അദ്ദേഹം പറഞ്ഞു എനിക്ക് യാതൊന്നുമില്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് ഞാൻ ചിന്തിച്ചില്ല, ഞാൻ കഴിച്ചില്ല എന്ന് ഞാൻ ചിന്തിച്ചില്ല, ഞാൻ ഇരിക്കുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് ആകെ ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ, എനിക്ക് നടക്കണം. എനിക്കിത് ശീലമാണ്. ഞാൻ 2 ദിവസം 3 ദിവസം ഒക്കെ ഇങ്ങനെ ആടുകളെ പിടിച്ച് കെട്ടാൻ വേണ്ടിക്കൊണ്ട് അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് നടക്കുന്ന എൻ്റെ ശീലമാണ്. അതുകൊണ്ട് എനിക്ക് നിരന്തരമായിട്ട് നടക്കാനായിട്ട് സാധിച്ചു. ഞാൻ ഒറ്റ കാര്യം മാത്രമേ എനിക്ക് ചിന്ത ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് നടന്ന് ഇവിടെ എത്തണം എന്ന് മാത്രം. ആദ്യം എത്തണമെന്ന് പോലും ഞാൻ ചിന്തിച്ചില്ല, ഇത്രയും കിലോമീറ്റർ എത്തി നടക്കണം എന്ന് മാത്രം ഞാൻ ചിന്തിച്ചു എന്ന്. ഒറ്റ കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്ന രഹസ്യം, ഈ 61 വയസ്സായിട്ടുള്ളൊരു വയസ്സൻ 5 ദിവസവും 15 മണിക്കൂറും 4 മിനിറ്റും നിർത്താതെ നടക്കാൻ സാധിക്കണമെങ്കിൽ ഒറ്റ റീസണേ ഉണ്ടായിട്ടുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ കുറേ നിയമങ്ങളുണ്ടായിരുന്നു.
18 മണിക്കൂർ ഓടുക, അത് കഴിഞ്ഞ ശേഷം 6 മണിക്കൂർ ഉറങ്ങുക. തൻ്റെ ശരീരത്തിന് ഇന്നത് കിട്ടിയില്ല എങ്കിൽ ആ ശരീരം അത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് കുറേ കാര്യങ്ങൾ, നിയമങ്ങൾ മറ്റെല്ലാ പങ്കെടുക്കുന്ന ആളുകളും പഠിച്ചു വെച്ചു. ഇദ്ദേഹം ഒരു കാര്യവും പഠിച്ചിട്ടില്ലായിരുന്നു. മനസ്സിലാകെ ഒരൊറ്റ സങ്കല്പം മാത്രം, എനിക്ക് നടന്നെത്തണം, എനിക്ക് നടന്നെത്തണം, എനിക്ക് നടന്നെത്തണമെന്ന്. അപ്പോൾ ആളുകൾ വിചാരിച്ചു അതിന് കിട്ടുന്ന ആ പ്രൈസ് മണി ഉണ്ടല്ലോ അതൊരു ഹ്യൂജ് എമൗണ്ടാണ്, അപ്പോൾ അതൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കുമല്ലേ താങ്കൾ ഇതെല്ലാം മറന്നത് എന്ന്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു കാര്യത്തിനുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു എന്ന്. എന്നിട്ട് പറയും, ഒരിക്കലും എനിക്ക് ഈ പൈസയൊന്നും ആവശ്യമില്ല, ഞാൻ എൻ്റെ ഒരു താല്പര്യത്തിന് വേണ്ടി പങ്കെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ വലിയ കിട്ടിയ ലാർജായിരിക്കുന്ന എമൗണ്ടിനെ അദ്ദേഹത്തിന് പിന്നിലോടി വന്ന 5 ആളുകൾക്ക് വേണ്ടി ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ചെയ്തു എന്ന വിചാരത്തെ മറക്കുന്ന നിമിഷം നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും പ്രവർത്തിക്കാനുള്ളതായിട്ടുള്ള ശക്തി കിട്ടും. ഒറ്റ കാര്യം, ഞാൻ ഇത്ര ദൂരം ചെയ്തു വന്നു, ഇത്ര കാര്യങ്ങൾ ചെയ്തു, രാവിലെ മുതൽ ഞാൻ ഏർലി മോർണിംഗ് എഴുന്നേറ്റതാണ്, എന്നിട്ട് രാവിലെ ഇത്ര നേരമായിട്ട് ഞാൻ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉച്ചയ്ക്കും എനിക്ക് ഒരു തരി റെസ്റ്റ് കിട്ടിയിട്ടില്ല, സന്ധ്യയ്ക്ക് എനിക്ക് കിട്ടിയിട്ടില്ല, രാത്രി എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ പിന്നെയും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു വിചാരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോയാൽ നിങ്ങൾക്ക് എത്ര സമയവും പ്രവർത്തിക്കാനുള്ള ശക്തി കിട്ടും. നമ്മുടെ നാട്ടിൽ ഞാൻ കാണാറുണ്ട്, തൃശ്ശൂർക്കാരിയായ ഞാൻ തൃശ്ശൂർ പൂരത്തിന് ഉത്സവത്തിന് പോകുന്ന സമയത്ത് അവിടെ തൃശ്ശൂർ പൂരം പ്രദർശനം ഉണ്ടാകാറുണ്ട്. അതിൽ എക്സിബിഷനിൽ ജ്യൂസ് വിൽക്കുന്നതായിട്ടുള്ള ആളുകൾ രാവും പകലും ജനങ്ങൾ ഒഴുകിക്കൊണ്ടേ ഇരിക്കുമ്പോൾ 3 ദിവസം 4 ദിവസമൊക്കെ ആയിട്ട് ഒട്ടും ഉറങ്ങാതെ, ഒരു പക്ഷേ കണ്ണുകളൊക്കെ കണ്ട ചെമ്പരത്തി പൂ പോലെ ചോന്ന നിറത്തിൽ കാണാറുണ്ട് അവരുടെ. പക്ഷെ അവരുടെ മുഖത്ത് ഉത്സാഹവും സന്തോഷത്തിനൊന്നും യാതൊരു ലിമിറ്റും കാണാറില്ല. കാരണം അവരെ പണപ്പെട്ടി നിറഞ്ഞുകൊണ്ടേയിരിക്കുക, ജനങ്ങൾ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്, ജ്യൂസ് കുടിക്കുന്ന ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു, കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. 3 ദിവസം ഉറങ്ങാതിരുന്നിട്ടും അവർക്കൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, മനസ്സിൻ്റെ ഉള്ളിൽ ആ കർമ്മവും അതിൽ നിന്ന് കിട്ടുന്ന ഫലവുമല്ലാതെ മറ്റൊരു ചിന്തയില്ലാതെ ആ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർക്ക് എത്ര സമയം വേണമെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ അതിനർത്ഥം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും നമ്മൾ എത്ര ഞാൻ ചെയ്തു, ക്ഷീണിച്ചു, എന്നെക്കൊണ്ട് ചെയ്യുന്നതിൻ്റെ മാക്സിമമായി എനിക്കാവാത്തതായി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മാക്സിമം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് എവിടുന്നാണ് വരുന്നത്? എൻ്റെ ചിന്തയിൽ ഞാൻ പറയുകയാണ് എൻ്റെ മാക്സിമം ഞാൻ ഉപയോഗിച്ചു എന്ന്. അതിലിടയ്ക്ക് എനിക്ക് റെസ്റ്റ് കിട്ടിയിട്ടില്ല, അതില്ല, ഇതില്ല, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അലട്ടുന്നുണ്ട് എങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, നമ്മുടെ മനസ്സിലെ ചിന്തകൾ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ സമയത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, നമുക്ക് നമ്മുടെ ശക്തിനെ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, മെഡിറ്റേഷന് വേണ്ടി സമയം കിട്ടില്ല, പഠിക്കാൻ വേണ്ടി സമയം കിട്ടില്ല, കാര്യങ്ങൾക്ക് വേണ്ടി സമയം കിട്ടുന്നില്ല, എനിക്കൊന്നിനും സമയം തികയുന്നില്ല എന്ന് നിങ്ങളുടെ പരാതി ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ച് ചിന്തിച്ചോളൂ, നമ്മുടെ മനസ്സൊരു വഴിക്ക് ഓടുകയാണ്, നമ്മുടെ ശരീരം കൊണ്ട് വേറൊരു വഴിക്ക് ഓടുകയാണ്. രണ്ടും 2 വഴിക്ക് ഓടുമ്പോൾ 2 ഊർജ്ജങ്ങൾ, സ്ഥൂല ഊർജ്ജവും സൂക്ഷ്മ ഊർജ്ജവും രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അവിടേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ക്ഷീണിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദിവസത്തിൽ കുറച്ച് സമയം മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന ഘടകമാണ്. മനസ്സിൻ്റെ നിയന്ത്രണത്തിലൂടെ മാത്രമാണ് ശരീരത്തിൻ്റെ ഊർജ്ജം പോലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. മനസ്സിന് ആഹാരമില്ലാത്തതായിരിക്കുന്ന ഒരാൾക്ക് വ്യായാമം ചെയ്യുമ്പോൾ ക്ഷീണിച്ചു പോവും. അതുപോലെ മനസ്സിനും മെഡിറ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് തോട്ട്സ് എന്തായിരിക്കുന്ന ഫുഡ് അനിവാര്യമാണ്. അതുകൊണ്ട് ദിവസവും നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് ഭഗവാനെ ഓർമ്മിച്ച് പിന്നെ കുറച്ച് സമയം പോസിറ്റീവായിട്ടുള്ള ലെസൺ നമ്മൾ വായിച്ച് പഠിച്ച് എന്ത് ചിന്തിക്കണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഡെയിലി റൂട്ടീന് വേണ്ടതായിരിക്കുന്ന പ്ലാനിങ്ങിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താനും എന്തും ഏറ്റവും നന്നായി ചെയ്യാനും ഹാപ്പിയായി നിൽക്കാനും, ഹാപ്പിനെസ് അട്രാക്ട് ഹാപ്പിനെസ് എന്ന നിയമമാണ്. സന്തോഷം സന്തോഷത്തെ ആകർഷിക്കും. ജീവിതത്തിലെ സന്തോഷം നമുക്ക് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാഹചര്യങ്ങൾ ചിലപ്പോൾ ഭയങ്കര ബിസി ആവും, ചിലപ്പോൾ കുറച്ച് ഫ്രീ ആവാം, ചിലപ്പോൾ സാഹചര്യങ്ങൾ നമ്മളെ ടൈറ്റാക്കി കളയും. ടൈറ്റ് ആകുമ്പോൾ ഇറിറ്റേറ്റഡ് ആവാതിരിക്കാൻ, ടൈറ്റ് ആകുമ്പോൾ വിഷമിക്കാതിരിക്കാൻ, ടൈറ്റ് ആകുമ്പോൾ ഡിസ്റ്റർബ്ഡ് ആവാതിരിക്കാൻ, സന്തോഷം നഷ്ടപ്പെടാതിരിക്കാൻ. നമ്മൾ ഇറിറ്റേറ്റഡ് ആയാൽ നമ്മുടെ ചുറ്റുള്ള എല്ലാവർക്കും ആ വൈബ്രേഷൻ നമ്മൾ സ്പ്രെഡ് ആക്കും. ഓട്ടോമാറ്റിക്കലി എല്ലാവരും ഡിസ്റ്റർബ്ഡ് ആവാൻ തുടങ്ങും. നമ്മുടെ കാരണം കൊണ്ട് മറ്റുള്ളവർ ഡിസ്റ്റർബ്ഡ് ആവും. അവർ നമ്മുടെ നേരെ വിരൽ ചൂണ്ടും, നമ്മൾ അവരെ നേരെ വിരൽ ചൂണ്ടും. ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സുഖം തന്നെ നഷ്ടമാക്കി കളയും. അതില്ലാതിരിക്കാൻ വേണ്ടിക്കൊണ്ട്
ദിവസവും രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്തത്തിൽ കുറച്ച് മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ. കുറേ ആളുകൾ എന്നോട് കമൻസിൽ പറയുന്നുണ്ട്, സിസ്റ്റർ പറയുന്ന പ്രകാരം ഞങ്ങൾ 3:30 എഴുന്നേൽക്കുന്നു, 4 മണിക്ക് എഴുന്നേൽക്കുന്നു, മെഡിറ്റേഷന് വേണ്ടി ഇരിക്കുന്നു, പക്ഷേ എനിക്ക് ആ എനർജി കിട്ടുന്നില്ല എന്ന്. നിങ്ങൾക്കറിയോ, മെഡിറ്റേഷൻ അഥവാ ധ്യാനം എന്ന് പറയുന്നത് വെറുതെ കണ്ണുകളടച്ച് ശരീരത്തെ സ്റ്റില്ലാക്കി വെക്കുന്നൊരു പ്രക്രിയ മാത്രമല്ല. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഓർമ്മയുടെ യാത്രയാണ്. മനസ്സും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഭഗവാന്റെ സമീപത്തേക്കുള്ള യാത്രയാണ്. ആ യാത്ര പഠിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയം വളരെ വാല്യുബിളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് അടുത്ത ബ്രഹ്മകുമാരി സെൻറ്ററിൽ പോവുക, രാജയോഗ മെഡിറ്റേഷൻ പഠിക്കുക. സപ്പോസ് പോകാൻ പറ്റാത്തവരാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും എങ്ങനെ ചെയ്യണം എന്ന മഹാൻ വിദ്യയെ പഠിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് സമയവും സങ്കല്പവും യഥാർത്ഥ വിധിയിൽ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം എനർജി ഉപയോഗിക്കാനും എല്ലാ കാര്യങ്ങളും തളരാതെ ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.